ആദ്യം ഒരു ട്രസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് വരും എന്ന് പറഞ്ഞ പോലെയാണ് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയും അതുപോലെ തന്നെ സാറിന്റെ എല്ലാ വികാട് പോലുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്തിനാണ് സബ്മിറ്റ് നടത്തുന്നത്, ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് പ്രയോജനം? ഇത് സംരംഭകരെ സഹായിക്കാനും അവരെ എംപവർ ചെയ്യാനും അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനും വേണ്ടി നമ്മുടെ കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാർ എന്ന് പറഞ്ഞാൽ അറിയാം. കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാറൊക്കെ പറയുന്നത് നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മളൊരു സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുക ചെയ്യും. ഓൺട്രപ്രണേഴ്സിന്റെ മൈൻഡ് സെറ്റ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ആ സമയം കൊണ്ട്. ഇത്ര കാലം വരെ കൂടെ കൂടിയുണ്ട്. വിബിയുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷം ഇത്തവണ ഫെബ്രുവരി 27-ാം തീയതി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ട് വിബി സമ്മിറ്റ് നടക്കുകയാണ്. ഞങ്ങളുണ്ടാവും. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. വിബിയുടെ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്. എന്താണ് വിബി, എന്താണ് സമ്മിറ്റ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഏത് വർഷത്തിലാണ് വിബി അലുമിനി രൂപീകരിച്ചത്? അതായത് ഇപ്പോ 10 വർഷങ്ങൾ കഴിഞ്ഞ് 11ാമത്തെ വർഷമാണ്. അപ്പൊ ഇതിലിപ്പോ 23ഓളം ബാച്ചുകളിൽ ആയിട്ട് 600 ചില്ലാനും മെമ്പേഴ്സ് ഇതിലുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ്? തീർച്ചയായിട്ടും കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാറും സത്യനാരായണൻ വർമ്മയുടെ സത്യനാരായണൻ സാറും കൂടിയാണ് ഇതൊരു കോ ഫൗണ്ടേഴ്സ് ആണ്. സെക്രട്ടറിന്റെ ഇവിടെ സുധീഷ് സാറ് തൃശ്ശൂർകാരനാണ്. ഞാൻ ഒരു IT ഹാർഡ്വെയർ സൊല്യൂഷൻസ് കമ്പനിയാണ്. സാൻവീർ ടെക്നോളജീസ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മളിപ്പോ വന്നത് ഈ ഒരു സബ്മിറ്റ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വിബി സബ്മിറ്റ് എന്തിനാണ് സബ്മിറ്റ് നടത്തുന്നത്, ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് പ്രയോജനം? ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് സംരംഭകരെ സഹായിക്കാനും അവരെ എംപവർ ചെയ്യാനും അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനും വേണ്ടി നമ്മുടെ കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാർ എന്ന് പറഞ്ഞാൽ അറിയാം. കേരളം കണ്ട ഏറ്റവും പ്രതിഭാധനായിട്ടുള്ള ഒരു സംരംഭകനാണ്. പ്രത്യേകിച്ച് വിഗാർഡ്, അതുപോലെ വണ്ടർല, ഇപ്പോൾ വിഗാർഡ് ഡെവലപ്പേഴ്സ്, വി സ്റ്റാർ എന്നീ കമ്പനികളുടെ ഫൗണ്ടറാണ് അദ്ദേഹം. ആദ്യം ഒരു ട്രസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക് വരും എന്ന് പറഞ്ഞ പോലെയാണ് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയും അതുപോലെ തന്നെ സാറിന്റെ എല്ലാ വികാട് പോലുള്ള എല്ലാ സ്ഥാപനങ്ങളും. അദ്ദേഹമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നില്ല. സംരംഭകരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ കൈപിടിച്ചുയർത്താനോ അവരെ വഴി കാണിക്കാനോ ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ അദ്ദേഹം അന്ന് അനുഭവിച്ച ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് വിജയ് ബാബുലൂടെ ചെയ്തത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ 10 കൊല്ലം മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കേരളത്തില് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി തന്നെയാണ്. എൻ്റെ പേര് റെജി. ഞാൻ അക്വബെറ്റ എന്ന പേരിൽ വാട്ടർ ട്രീറ്റ്മെന്റ് എക്വിപ്മെന്റ് കമ്പനി റൺ ചെയ്യാണ്. ഈ സ്ഥാപനം ഒക്കെ നടത്തുമ്പോഴും എല്ലാ തവണയും കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാർ 23 ബാച്ചിലും വന്നിട്ടുണ്ടാവും. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ചിലും വന്നിട്ടുണ്ട്. ഫെബ്രുവരി 27-നാണോ? അതെ, 27-ന്. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ചിറ്റിലപ്പള്ളി സ്ക്വയർ, കൊച്ചി. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയർ. ഹാഷ്മിച്ചോ സ്കൂൾ എന്ന് പറയുന്ന ഒരു മോഡേൺ ഓൾട്ടർനേറ്റീവ് സ്കൂളാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. ഒരു ഓൺലൈൻ സ്കൂളാണ്. കാലത്തിനനുസരിച്ച് മാറുന്ന മീനിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. BB-യില് ഏത് ബാച്ചിലായിരുന്നു താങ്കൾ പങ്കെടുത്തത്? ഞാൻ BB3 ആയിരുന്നു. BB3. അപ്പോൾ 23-ലാണ് ഞാൻ പങ്കെടുത്തത്. അപ്പൊ എന്നേക്കാൾ 20 ബാച്ച് മുമ്പ് പങ്കെടുത്തതിന്റെ ഗുണങ്ങളൊക്കെ ആശ്വസിച്ചിട്ടുണ്ട്. അതെ. ബിസിനസ് എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞു. കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാറൊക്കെ പറയുന്നത് നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മളൊരു സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുക ചെയ്യും. ഞാൻ ഒരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്ത കമ്പനിയാണ്. BB ആയിട്ട് എങ്ങനെ അസോസിയേറ്റ്? ഞാൻ അത് ആക്ച്വലി എനിക്ക് BB ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. 2013 BB1-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. BB1-ൽ ജോയിൻ ചെയ്തത്. അപ്പം അന്ന് എന്നോട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, താല്പര്യമുണ്ടോ? നമുക്ക് പോയേക്കാം. അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾക്ക് 8 ദിവസമായിരുന്നു, ഈവനിങ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ. അതിൽ ഞങ്ങൾ ഒരു 10-32 പേരുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, പുതിയ സെറ്റ് ഓഫ് ക്ലാസ്മേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പോവാം. വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി സാർ സെലക്ട് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ആലോചിക്കേണ്ടി. നമ്മൾ സംരംഭകരെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുക, അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഞാൻ ആഡ് ഫിലിം മേക്കറാണ്. പേര് സ്റ്റാജൻ. BB-യിൽ വന്നപ്പോഴുള്ള ഒരു പ്രധാന മാറ്റം എന്താ വെച്ചാൽ, അതുവരെ ഞാനൊരു പരസ്യചിത്ര സംവിധാനമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ മറ്റു ബിസിനസ്സുകാർ കാണുമ്പോൾ ക്ലൈന്റ് എന്നുള്ളൊരു മാനസികാവസ്ഥയോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത്. ഒരു എര എന്നുള്ളൊരു മാനസികാവസ്ഥ. ഇവരെ കൂടെ നിന്നപ്പോഴും മനസ്സിലായത് നമ്മളും എരയാണെന്നുള്ളത്. ഓൺട്രപ്രണേഴ്സിന്റെ മൈൻഡ് സെറ്റ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ആ സമയം കൊണ്ട്. ഇത്ര കാലം വരെ കൂടിയുണ്ട്. ഈ BB സബ്മിറ്റ് ഫെബ്രുവരി 27-നാണ്. അതിലും പങ്കെടുക്കണം. അതിനുശേഷം 3 ദിവസത്തെ VB-യുടെ ഒരു പ്രോഗ്രാം, അതിലും നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ബിസിനസ് വേറൊരു ലെവലിലേക്ക് ഉയരട്ടെ.